അസ്സലാമലൈക്കും. ഇന്ന് നമ്മളെ ചങ്ങായിനോട് മൗലിദ് പരിപാടിക്ക് നേതൃത്വം കൊടുക്കാണ്ടായോണ്ട് നേരത്തെ തന്നെ ഇറങ്ങിയതാണ് ഞാനും ചങ്ങായും കൂടി. കഴിഞ്ഞ വർഷം റബീഉൽ അവ്വലിലായിരുന്നു എല്ലാവരും കൂടി പാട്ടും പരിപാടിയൊക്കെ ഇവരെ വീടിന്റെ കുടിയിരിക്കലാണ്ട് കഴിച്ചു. അതിന്റെ ഒരു വിഷയമായിട്ട് ഞങ്ങൾ ഈ കാണുന്നത്. അപ്പൊ അതിന്റെ ഒരു ആനിവേഴ്സറി ആയിട്ടാണ് എന്തോ ഒരു പരിപാടി വെച്ചിരിക്കുന്നത്. നമ്മൾ കയറി ചെന്നപ്പോൾ തന്നെ നമ്മളെ സ്വീകരിക്കാൻ ചങ്ങായിന്റെ ഏട്ടൻ ലാലു അലക്സ് സ്വക്തൊരു കുട്ടിയുമായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഒക്കത്തുള്ളത് ഓന്റെ കുട്ടിയല്ല എന്ന് പറയാൻ പറഞ്ഞു. പിന്നെ ഇതാണ് നമ്മളെ ചങ്ങായി സച്ചു. ഇപ്പൊ ജിമ്മ് പോകണോണ്ട് ആൾക്ക് കുറച്ച് ആറ്റിറ്റ്യൂഡ് കൂടുതലാണ്. പിന്നെ വെൽക്കം ഡ്രിങ്ക് ആയി പായസം കിട്ടി. അത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗൾഫുകാരൻ സോയിൽ വന്നത്. ചെക്കന് കഴിഞ്ഞ വർഷം ഈ കുടിക്കലിന് കൂടാൻ പറ്റിയിട്ടില്ല. ഇപ്രാവശ്യം എങ്ങനെ കൂടാൻ പറ്റിയിട്ട് അതിന്റെ സന്തോഷമാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞ് എല്ലാവരും കൂടി മൗലിദിന് വേണ്ടി ഒരുക്കിയിട്ടുള്ള ആത്തായ പട്ടുമത്തയിലേക്കാണ്ട് ഇരുന്നിട്ട് അതിന്റെ അടുക്ക് ഒരാളെ പരിചയപ്പെടുത്താൻ പറഞ്ഞു. നേതൃത്വം നമ്മളാണെങ്കിലും കൂടെ സപ്പോർട്ടിന് നമ്മളെ ജുമാഅത്ത് പള്ളിയിലെ ഒരു വിദ്യാർത്ഥി ഉണ്ട്. ഞാനും അവനും കൂടി ആയിരുന്നു സദസ്സൊക്കെ കൈകാര്യം ചെയ്തിരുന്നു. അങ്ങനെ ബുർദയും മൗലിദൊക്കെ ആയ സദസ്സ് അങ്ങനെ പുരോഗമിക്കായിരുന്നു. എല്ലാവരും മൗലിദല്ലുമ്പോ ഇവര് വേറൊരു മെനക്കെട്ട പണിയിലാണ്. ഓനക്ക് വല്ല കളിപ്പാട്ടം കിട്ടിയ പോലെ അലങ്ങും മലങ്ങും മറിച്ചിട്ട് അതിന്റെ ടയറൊക്കെ എവിടെ നോക്കണണ്ടി വേറൊരാളുടെ ഒന്നും അറിയാത്ത പോലെ ഭാവി കാര്യങ്ങളെ കുറിച്ച് സുഖസുന്ദരമായി കിടക്കുന്നത്. ഇതൊക്കെ കാണുമ്പോഴാണ് എപ്പോഴും കുട്ടിയായിരുന്നാ മതിയായിരുന്നു തോന്നുന്നത്. എന്ത് സുഖാലേ, നിസ്കാരം വേണ്ട, ഖുർആനോദണ്ട, അതുപോലെയുള്ള മൗലിദ് പരിപാടികൾ, ദിക്ർ, സ്വലാത്ത്, ജോലിക്ക് പോകണ്ട, ഒന്നുമില്ലാതെ ഒരു പ്രഷറും ഇല്ലാതെ എങ്ങനെ ശാന്തമായി നടക്കാൻ ഇരിക്കാൻ കിടക്കാം. എന്തായാലും അമേസിംഗ് തന്നെ. പിന്നെ ദ്വായിലേക്ക് കിടക്കുന്ന നേരത്താണ് ഇയാളെ കണ്ടത്. നമ്മളെ അഫ്സൽക്ക ഒന്നും അറിയാത്ത പോലെ ഇരിക്കണുണ്ട്. എല്ലാം കഴിഞ്ഞെന്ന് കണ്ടപ്പോ നൈസായിട്ട് കയറി ഇരുന്നിക്കാണ് കൊച്ചു ഗള്ള്. എന്തായാലും പിന്നെ ഫുഡ് കഴിക്കായിരുന്നിട്ട് നല്ല ചൂട് ചിക്കൻ ബിരിയാണി കാലോട് കൂടി തന്നെ നമ്മളെ പ്ലേറ്റിലേക്ക് കണ്ട് വാരിട്ട് എന്നിട്ട് നല്ലാണ് തട്ടി. പിന്നെ നമ്മള് രണ്ട് ഗൾഫുകാർ ഒപ്പം ഇരുന്ന് നല്ല തട്ടലിട്ടുണ്ട്. പാവങ്ങൾ ഗൾഫിൽ പണിയെടുത്ത് ജീവിക്കണോണ്ട് ബിരിയാണി ഒന്നും കാണാൻ കിട്ടില്ല എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നമ്മളെ ഇവിടുത്തെ ബിരിയാണി അവിടെ കിട്ടുമല്ലേ, എനിക്കറിയില്ലട്ടാ. എന്തായാലും തിന്നോളി. പിന്നെ ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇനിയും ഒരുപാട് പേര് ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്നു എന്ന് മനസ്സിലാവും. പക്ഷെ മൗലിദിന് ഇത്ര ആളൊന്നും കണ്ടിരുന്നില്ല. പിന്നെ ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഷാനിബിന്റെ ഈ കോസ്റ്റ്യൂം തന്നെയാണ്. ആര് കണ്ടാലും ഒന്ന് നോക്കി പോകും. ഇതാണ് നമ്മൾ സലാം ഭായി. സലാം എന്നുള്ളത് ഓന്റെ പേരല്ല. ആളിങ്ങനെ ഇടക്കിടക്ക് ഒന്ന് സലാം പറയും. അതുകൊണ്ട് നമ്മളിട്ട പേര്. അവസാനം കാത്തിരിപ്പിനോട് ചെക്കന്മാരിരുന്ന് മിന്നാൻ തുടങ്ങിയിട്ടാ. അപ്പൊ എന്നാ ശരി, മാസലാമ.